ഏകാധിപതിയെന്നും യുദ്ധക്കൊതിയനെന്നും പാശ്ചാത്യ മാധ്യമങ്ങളും അതുപോലെ നാറ്റോ സഖ്യവും വിശേഷിപ്പിക്കുന്ന ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉൻ ലോകത്തെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുടിൻ. പുടിൻ പറഞ്ഞാൽ കിം എന്തും ചെയ്യുമെന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. അതിന് പിന്നിലെ കാരണങ്ങളും നിരവധിയാണ്. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ കൊറിയകൾ തമ്മിലുള്ള തർക്കത്തിൽ ഉത്തര കൊറിയയുടെ ഒപ്പം നിന്ന ചരിത്രമാണ് റഷ്യക്ക് നിലനിൽക്കുന്നത്. സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിച്ചിരുന്നു. എന്നാൽ അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായ പോരാട്ടം തുടരുകയാണ് റഷ്യയുമായുള്ള ഉത്തര കൊറിയയുടെ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം 2025-ലും കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകുമെന്നതും ഉറപ്പാണ്. മാത്രമല്ല, നഷ്ടപ്പെട്ട അമേരിക്കയുടെ സമാധാനം ഉടനെ തിരിച്ചു കിട്ടില്ലെന്നതും ഉറപ്പായ കാര്യമാണ്. ഇതുവരെ ഉത്തര കൊറിയയെ ഒന്ന് തൊടാൻ പോലും അമേരിക്ക ധൈര്യപ്പെടുന്നില്ല. ജപ്പാനെയും ദക്ഷിണ കൊറിയയും കൂട്ടുപിടിച്ച് കിം ജോങ് ഉന്നിനെ ചൊറിയാനാണ് ഇവർ പ്രധാനമായും ശ്രമിക്കുന്നത്. ഇതിനെ പിന്തിരിപ്പൻ രാഷ്ട്രമെന്ന് ഉൻ നൽകുന്ന വിശേഷണം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ അതിന്റെ മാറ്റമില്ലാത്ത ദേശീയ നയമായി കണക്കാക്കുന്ന ഏറ്റവും പിന്തിരിപ്പൻ രാഷ്ട്രമെന്നാണ് കിം അമേരിക്കയെ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നത്. ഉത്തര കൊറിയൻ ഭരണാധികാരി പ്രധാനമായും നൽകുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പായി കടുത്ത അമേരിക്കൻ വിരുദ്ധ നയം നടപ്പാക്കുമെന്ന മുന്നറിയിപ്പാണ്. ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ 5 ദിവസത്തെ പ്ലീനറി യോഗത്തിലാണ് അമേരിക്കൻ വിരുദ്ധ നയം കടുപ്പിക്കുന്നതിനുള്ള സൂചന കിം നൽകുന്നത്. അമേരിക്ക, ദക്ഷിണ കൊറിയ, ജപ്പാൻ പങ്കാളിത്തം ആണവ സൈനിക സംഘമായി വികസിപ്പിക്കുകയാണെന്നും കിം കൂട്ടിച്ചേർക്കുകയുണ്ടായി. പ്രസംഗത്തിലുടനീളം അമേരിക്കൻ വിരുദ്ധ നിലപാടാണ് കിം ഉയർത്തിക്കാട്ടിയതും. അതിനാൽ അമേരിക്കക്കെതിരെ ഒരു ശക്തമായ പടക്കോപ്പ് പിന്നണിയിൽ സജ്ജമാകുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. ഏത് ദിശയിലാണ് നമ്മൾ മുന്നേറേണ്ടതെന്നും എന്ത് ചെയ്യണമെന്നും ഈ യാഥാർത്ഥ്യം വ്യക്തമായി കാണിക്കുന്നുവെന്നും കിം പറഞ്ഞതായി ഔദ്യോഗിക കൊറിയൻ വാർത്താ ഏജൻസികൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തു. ഉത്തര കൊറിയയുടെ ദീർഘകാല ദേശീയ താൽപര്യങ്ങൾക്കും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള അമേരിക്കൻ വിരുദ്ധ പോരാട്ടത്തിന്റെ ഏറ്റവും തീവ്ര നിലപാടിലേക്ക് രാജ്യം പോകുന്നതായിട്ടാണ് കിമിന്റെ പ്രസംഗത്തിൽ നിന്നും വെളിപ്പെടുന്നത്. ട്രംപിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള തിരിച്ചുവരവ് ഉത്തര കൊറിയയുമായുള്ള നയതന്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്താൻ ഇടയാക്കിയിട്ടുണ്ട്. തന്റെ ആദ്യ ടേമിൽ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കായി ട്രംപ് 3 തവണ കിമുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. തങ്ങൾ സ്നേഹത്തിലാണെന്ന് അന്ന് ട്രംപ് പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തു. ഇതിലൂടെ ഇരുവരും തമ്മിൽ നല്ല വ്യക്തിബന്ധത്തിലാണെന്ന തോന്നൽ ഉണ്ടായിരുന്നുവെങ്കിലും ആ സാഹചര്യം പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. യുക്രൈനിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങളിലായിരിക്കും ട്രംപ് പ്രഥമ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനാൽ കിം ട്രംപ് കൂടിക്കാഴ്ച തുടർച്ച എന്തായാലും പെട്ടെന്നുണ്ടാവാൻ നിലവിൽ സാധ്യതയില്ല. യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് ഉത്തര കൊറിയയുടെ പിന്തുണ നയതന്ത്ര പുനർജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുമെന്നാണ് വിദഗ്ധർ എല്ലാം തന്നെ പ്രധാനമായും വിലയിരുത്തുന്നത്. യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ ഉത്തര കൊറിയ 10,000-ലധികം സൈനികരെയും ആയുധ സംവിധാനങ്ങളെയും അയക്കുകയുണ്ടായി. ഈ നടപടിയിൽ അമേരിക്കയ്ക്ക് വലിയ ഭയമാണ് ഉണ്ടായതും. കൂടുതൽ ശക്തിയേറിയ ആണവ മിസൈലുകൾ നിർമ്മിക്കുന്നതിനുള്ള സഹായം ഉൾപ്പെടെയുള്ള ന്യൂനതമായ ആയുധ സാങ്കേതികവിദ്യ ഉത്തര കൊറിയയ്ക്ക് റഷ്യ നൽകിയേക്കുമെന്ന ഭയവും അമേരിക്കയ്ക്കിടയിലുണ്ട്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഉത്തര കൊറിയ സൈനിക സഹായങ്ങൾ ഉൾപ്പെടെ നൽകുന്നുമുണ്ട്. എന്നാൽ അമേരിക്കയുടെയും യുക്രൈന്റെയും ആത്മവിശ്വാസത്തെ കുറച്ചൊന്നുമല്ല ഇത് ബാധിക്കുന്നത്. പ്രത്യുപകാരമായി റഷ്യ ഉത്തര കൊറിയയ്ക്ക് അത്യാധുനിക ആയുധങ്ങൾ നൽകിയിരിക്കാൻ സാധ്യത ഉണ്ടെന്ന വിശ്വാസമാണ് അമേരിക്കയ്ക്കുള്ളതും. അതിനാൽ എന്തിനാണ് ഉത്തര കൊറിയയെ ചൊറിയാൻ ധൈര്യപ്പെടുന്നതെന്നതാണ് ലോകം പ്രധാനമായി വീക്ഷിക്കുന്നത്. കിം ജോങ് ഉൻ കഴിഞ്ഞ ദിവസം റഷ്യയ്ക്ക് എഴുതിയ കത്തിൽ തന്റെ പ്രിയ സുഹൃത്തും സഖാവുമെന്ന വിശേഷണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തെ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. കത്തിൽ റഷ്യൻ സൈനികർക്ക് പുതുവത്സര ആശംസകൾ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തങ്ങളുടെ രാഷ്ട്രീയ, സൈനിക, സാംസ്കാരിക ബന്ധം വളരെയേറെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജൂണിൽ റഷ്യൻ നേതാവിന്റെ ഉത്തര കൊറിയൻ സന്ദർശന വേളയിൽ പുടിനും കിമും ഒരു സുപ്രധാന പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഉത്തര കൊറിയക്കെതിരെയും റഷ്യക്കെതിരെയും എന്ത് നീക്കങ്ങൾ ശത്രുരാജ്യങ്ങളിൽ നിന്നും ഉണ്ടായാലും പരസ്പരം സഹായിക്കുമെന്നതാണ് ഈ കരാറിൽ ഉൾപ്പെടുന്നത്. മാത്രമല്ല, 2025-ൽ നവനാസിസത്തെ തകർത്ത് റഷ്യ വിജയം കാണുമെന്ന ഊന്നിന്റെ പരാമർശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണത്തിന്റെ വ്യാപ്തിയെ ശരിക്കും വ്യക്തമാക്കുന്നതാണ്. ഉത്തര കൊറിയയ്ക്ക് പുറമെ ചൈനയുമായുള്ള ബന്ധവും റഷ്യയുടെ കരുത്തു തന്നെയാണ്. ഉത്തര കൊറിയക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ശ്രമങ്ങൾ റഷ്യയും ചൈനയും ആവർത്തിച്ച് തടയുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ തായ്വാനുമായുള്ള ചൈനയുടെ പുനരേകീകരണം ഒരു ശക്തിക്കും തടയാനാവില്ലെന്ന് ചൈന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ജനാധിപത്യപരമായി ഭരിക്കുന്ന തായ്വാനിലെ മുഴുവൻ രാഷ്ട്രവും യഥാർത്ഥത്തിൽ ചൈനയുടെ ഭാഗമാണെന്ന് പറയാം. ഒപ്പം തായ്വാൻ സർക്കാർ ചൈനയുടെ അവകാശങ്ങൾ നിരസിക്കുകയാണ്. തങ്ങളുടെ ആളുകൾക്ക് മാത്രമേ അവരുടെ ഭാവി തീരുമാനിക്കാൻ കഴിയൂ എന്നാണ് തായ്വാൻ നിലവിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാട്.
സൗഹൃദ രാജ്യങ്ങളെ കൂടുതലായി സഹായിക്കേണ്ട സമ്മർദ്ദമാണ് നിലവിൽ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇസ്രയേലിനെയും തായ്വാനെയും സംരക്ഷിക്കാനും അമേരിക്കയ്ക്ക് ആയുധങ്ങളെ സൈനികരെ നൽകേണ്ടതും ആവശ്യമാണ്. ഇത് ശരിക്കും അമേരിക്കൻ സൈനിക സഖ്യമായ നാറ്റോയ്ക്ക് മേൽ ഉയർത്തുന്ന സമ്മർദ്ദം വളരെയധികം കൂടുതലാണ്. മാത്രമല്ല, നവംബറിൽ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് സൈനികരെ നൽകി സഹായിക്കാനുള്ള ഉത്തര കൊറിയയുടെ നടപടി ചർച്ച ചെയ്യുന്നതിനും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ദക്ഷിണ കൊറിയയുടെയും ജപ്പാന്റെയും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ ചർച്ച പ്രധാനമായും നടത്തിയത് ഭാവിയിലെ സാങ്കേതിക വിദ്യകൾ സുരക്ഷിതമാക്കാനും റഷ്യയുമായുള്ള ഉത്തര കൊറിയയുടെ അപകടകരവും അസ്ഥിരപ്പെടുത്തുന്നതുമായ സഹകരണത്തെ ചെറുക്കാനും അതുപോലെ ആയുധങ്ങൾ ഒരുക്കാനുമായിരുന്നു. ദക്ഷിണ കൊറിയയും ജപ്പാനും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെ ആക്രമിക്കുന്നതിൽ നിന്ന് എതിരാളികളെ തടയാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു വിപുലീകൃത പ്രതിരോധ നയമാണ് അമേരിക്ക കൈക്കൊണ്ടിട്ടുള്ളത്.